ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എല്ലാ വീട്ടമ്മമാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പ് എങ്ങനെ വളരെ മനോഹരമായിട്ട് നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. ഇതാണ് എൻ്റെ കിച്ചൺ കൗണ്ടർ ടോപ്പിൻ്റെ ബിഫോർ വ്യൂ. ഒരു എൽ ഷേപ്പിലുള്ള കൗണ്ടർ ടോപ്പാണ്. അപ്പം നമുക്കിതിൽ നിന്ന് കുറേ ഐറ്റംസൊക്കെ നമുക്കൊന്ന് മാറ്റിയിട്ട് അറേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ കയ്യിലെ പൈസയ്ക്കനുസരിച്ച് നമുക്ക് ഉള്ള സൗകര്യത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെ മനോഹരമാക്കാം എന്ന് നോക്കാം. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത് വന്നിട്ടുള്ള കുറച്ച് ഗ്ലാസ് ജാറുകളാണ് കാണിക്കുന്നത്. 250 ഗ്രാമാണ് ഇതിൻ്റെ അളവ് വരുന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഒന്ന് നമുക്ക് കഴുകിയിട്ട് ഉണങ്ങിയെടുക്കാം. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് പൊടികളൊക്കെ ഇടുന്നുള്ളൂ. കഴുകേണ്ട കാര്യമില്ല എങ്കിലും നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് കഴുകുകയാണെങ്കിൽ ഒരു മനസ്സമാധാനമാണല്ലോ. അതുകൊണ്ട് ഞാനൊന്ന് കഴുകിയെടുക്കുവാണ് കേട്ടോ. എല്ലാം ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. എൻ്റെ ആ ഒരു മസാലപ്പൊടികളൊക്കെ ഇട്ട് വയ്ക്കുന്ന ആ ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന സ്റ്റാൻഡ്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും തന്നെ ബോട്ടിലിൻ്റെ അടപ്പൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 2-3 വർഷമൊക്കെ ആയതാണത്. അപ്പോൾ ഒരുപാട് ഉപയോഗിക്കുകയും ചെയ്ത് നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു. ഇപ്പം കുറേ ആയിട്ട് അതിൻ്റെ അടപ്പുകളൊക്കെ പൊട്ടി നമ്മുടെ കൈയൊക്കെ മുറിയും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതൊന്ന് മാറ്റിയിട്ട് ഇതിങ്ങനെ വാങ്ങാമെന്ന് വിചാരിച്ചത്. പിന്നെ അവിടെ കുറച്ച് സ്ഥലവും കിട്ടുമല്ലോ നമുക്ക്. ഇതാണ് നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇട്ട് വെച്ചിരുന്ന ആ ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ബോട്ടിൽ സ്റ്റാൻഡ്. അപ്പം നമുക്കിനി ഇത് മാറ്റാം. ഇത് രാവിലെ ഞാൻ കഴുകി വെച്ച ബോട്ടിലുകളെല്ലാം നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഇട്ട് വയ്ക്കാം. കണ്ടോ, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാത്തിൻ്റെയും തന്നെ അടപ്പുകൾ പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈയൊക്കെ മുറിയാൻ ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതേ ഞാൻ ആദ്യം തന്നെ മുളക് പൊടിയൊന്ന് മാറ്റി കൊടുക്കുവാണ് കേട്ടോ. അതേ അളവ് തന്നെയാണ് ഇതും, 250 ഗ്രാം. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ കൂടുതലും എല്ലാം തന്നെ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്നത് ഇതുപോലെ ഗ്ലാസ് ജാറിലൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ അതാണ് നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലത്. പ്രത്യേകിച്ച് പൊടികൾ, പുളി, അങ്ങനെയുള്ള ഉപ്പ്, ഇതൊക്കെ. ഇപ്പം നമ്മൾ എല്ലാം തന്നെ ഗ്ലാസ് ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഇവിടെ ഇരിക്കട്ടെ. ഒരു ചെറിയ പണിയുണ്ട്. നമുക്കിത് എല്ലാത്തിനും തന്നെ സ്റ്റിക്കർ ഒട്ടിക്കണം. കാരണം ഞാനല്ല, വേറെ ആരും ഉപയോഗിച്ചാലും നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചറിയണമല്ലോ. കാരണം നമുക്ക് പൊടി ഐറ്റംസ് ഒക്കെ തിരിച്ചറിയണമെങ്കിൽ സ്മെല്ല് അതിൻ്റെ നോക്കിയാലേ നമുക്കറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനിതിന് എല്ലാത്തിനും ഒരു സ്റ്റിക്കർ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സ്റ്റിക്കറിൻ്റെ ഈ ഒരു ഷീറ്റ് കണ്ടു. ഒരു ഷീറ്റിന് 3 രൂപയുള്ളൂ. ഞാനിപ്പോൾ ഒരു 5 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കെല്ലാം എഴുതാം. നമ്മൾ വീട്ടമ്മമാരൊന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് എത്ര പൈസ ഉള്ളവർക്കാണെങ്കിലും ഇല്ലാത്തവർക്കാണെങ്കിലും നമ്മുടെ ഉള്ളതിനനുസരിച്ച് നമുക്ക് നമ്മുടെ കിച്ചൺ വളരെ മനോഹരമാക്കി എടുക്കാൻ പറ്റും. കിച്ചൺ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു വീടിൻ്റെ, അതായത് ഒരു ഹൃദയം, തലച്ചോറ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടെയാണ് നമുക്ക് മെയിനായിട്ട് കൂടുതലും നമ്മൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടത്. അപ്പോൾ നമ്മൾ സ്റ്റിക്കറിൽ പേരെല്ലാം എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് കാശ്മീരി മുളക് പൊടി, സാധാ മുളക് പൊടി അറിയാനായിട്ട് ഞാൻ തന്നെ ആ ഒരു കട്ട് ചെയ്ത് കവറിൻ്റെ ഒരല്പം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് എല്ലാത്തിലും തന്നെ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കാം. ഈ വീഡിയോ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് ചെയ്തതല്ല, 2 ദിവസം ഒക്കെ എടുത്തിട്ടാണ് നമ്മളിത് ഫുള്ളായിട്ടും ചെയ്ത് കഴിഞ്ഞത്. ഇപ്പോൾ നമ്മളിതിലെല്ലാത്തിലും സ്റ്റിക്കർ ഒട്ടിച്ചു. ഇനി നമുക്കിത് ആ ഒരു ക്യാബിനറ്റിലേക്ക് വെക്കാം. ഓപ്പൺ ക്യാബിനറ്റാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മളിത് റെഡിയാക്കിച്ചതാണ്. അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെയാണിത്. കണ്ടാൽ നമുക്കിത് വുഡായിട്ട് തോന്നും, എങ്കിലും അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെയാണ്. അപ്പം താഴെ നമുക്ക് കുറച്ച് സ്പേസ് കിട്ടുമല്ലോ കൗണ്ടർ ടോപ്പിൽ. പിന്നെ നമ്മുടെ ആ ഒരു ഐറ്റംസ് എല്ലാം പഴയതായി പൊട്ടി തുടങ്ങിയതുകൊണ്ട് തന്നെ നമുക്കിത് മുകളിലേക്ക് മാറ്റാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ അറേഞ്ച് ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ മുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ കണ്ടല്ലോ, ഇവിടെയാണ് ഒരുപാട് സ്ഥലം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ കല്ലുപ്പ് കലക്കി വെക്കുന്നതാണ് കേട്ടോ. അതെപ്പോഴും എനിക്ക് ആവശ്യമുള്ളതാണ്. കറികളിലൊക്കെ ഞാൻ അതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ കല്ലുപ്പിൻ്റെ തന്നെ കലക്കി നമുക്ക് ചോറിലേക്ക് ഒഴിക്കാൻ മാത്രമായിട്ട് ചെറിയൊരു ബോട്ടിലും. പിന്നെ ഇത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ബോക്സിൽ അതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഫ്ലവറും. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇപ്പോൾ അടുത്തൊരു പണിയെന്ന് പറഞ്ഞാൽ ഇത് മോള് നേരത്തെ ചെയ്തു വെച്ച ഒരു ക്രാഫ്റ്റ് വർക്കാണ് കേട്ടോ. ഇത് കാർഡ്ബോർഡ് വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ് അവൾ. കണ്ട പുറകിൽ ഇതുപോലെ ഒട്ടിച്ചൊക്കെ കൊടുത്തിട്ട് ഇത് ആ ഒരു പേപ്പർ ബാഗിൻ്റെ ആ ഒരു വള്ളി അതൊക്കെ വെച്ചിട്ട് പിന്നെ അത് കാർഡ്ബോർഡ് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ബ്രൗൺ പെയിൻറ്റും ബ്ലാക്ക് പെയിൻറ്റും ഒക്കെ അടിച്ച് അവൾ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതിലേക്ക് അവൾ അതിൽ സ്വീറ്റ് ഹോം എന്നൊരു കാർഡ്ബോർഡിൽ തന്നെ എഴുതി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ എടുത്ത് കളഞ്ഞിട്ട് ഇതിലേക്ക് കിച്ചണിൽ നമ്മൾ ഇത് എഴുതി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചാൽ നല്ലൊരു ഭംഗിയാണ്. ഇതുപോലത്തെ ഡെക്കറേഷൻ ഐഡിയ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിൽ മനോഹരമായിട്ട് എനിക്ക് തോന്നി ഇതിൽ ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് വിചാരിച്ച് നമ്മളിത് വെറുതെ കളയാനായിട്ടിരിക്കുമല്ലേ, അപ്പോൾ അതിൽ നമ്മളിത് യൂസ് ചെയ്തു. അപ്പം നമ്മളിത് വൈകിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ സിങ്കിൻ്റെ ഇപ്പുറത്തായിട്ട് ആ ഒരു ജനലിൻ്റെ അവിടെ ഒരു ആണി ഉണ്ടായിരുന്നു, അതിലേക്ക് ഞാനിത് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിലപ്പോൾ നമുക്കിത് മൊത്തത്തിൽ അറേഞ്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും മാറ്റി കൊടുക്കേണ്ടതായിട്ട് വരും. ഇനിയിപ്പോൾ നമ്മൾ അടുത്തായിട്ട് അറേഞ്ച് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തായിരുന്നു ഞാൻ ദോശക്കല്ലും അതുപോലെ തന്നെ ചപ്പാത്തിക്കല്ല് ഇതൊക്കെ വെച്ചിരുന്നത്. അവിടെ ഒരു പേപ്പർ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലം അവിടെ പോകുന്നതായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ കുറച്ച് സ്ഥലം കിട്ടാനായിട്ട് ഞാനത് ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് വാങ്ങിയിട്ട് ഇതിലേക്കാണ്
ചപ്പാത്തിക്കല്ല്, ദോശക്കല്ല്, പിന്നെ അതേ നമ്മുടെ ചോപ്പിംഗ് ബോർഡ് ഇതെല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റാൻഡിന് 110 രൂപയേ ഉള്ളൂ വില. അപ്പോൾ നമുക്കിത് നല്ല സൗകര്യമായിട്ട് തോന്നി. ഓക്കെ, അത്രയൊക്കെ നമ്മൾ ഏകദേശം ചെയ്തു വെച്ചു. ഇനിയിപ്പം നമ്മൾ ഇത് പകൽ ചെയ്യുന്നതാണ് കേട്ടോ. ഇതുപോലെ കുറച്ച് മണി പ്ലാന്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ചില്ലിൻ്റെ ബോട്ടിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ ഒരു അക്വേറിയം ഉണ്ടായിരുന്നു, അതിൽ ഇട്ടിരുന്ന കളറിൻ്റെ കല്ലുകളാണ് കേട്ടോ. ഈ കല്ലുകളൊക്കെ ഞാൻ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്നുകൂടെ ഒന്ന് കഴുകി ഒക്കെ നമ്മൾ ഈ ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ മണി പ്ലാന്റ് ഒരു 3 ബോട്ടിലായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കിച്ചണിൽ വെക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാനും, പിന്നെ ആ ഒരു നാച്ചുറലായിട്ടുള്ള ആ ഒരു ഫീല് നമുക്ക് കിച്ചണിൽ കയറുമ്പോൾ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതും ഞാൻ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ്. മണി പ്ലാന്റ് നമ്മൾ ആ ഒരു കോർണറിൽ വെച്ചു. അതിൻ്റെ അപ്പുറത്തായിട്ട് നമ്മൾ മിക്സിയുടെ ജാറുകൾ, ജ്യൂസർ, പിന്നെ മിക്സി ഈ ഒരു ഫുഡിൻ്റെ പാത്രത്തിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ആ കൂടെ തന്നെ നമ്മൾ ഓയിൽ ബ്രഷും അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിക്സിയും ജ്യൂസറും ഒന്നും ഇവിടുന്ന് മാറ്റാൻ പറ്റത്തില്ല, സ്വിച്ച് ബോർഡ് അവിടെ ആയത് കാരണം. പിന്നെ നമ്മൾ തവ സ്റ്റാൻഡ് വെറുതെ വെച്ചെങ്കിലും എനിക്ക് ആ ഒരു ടൈല് തെന്നി പോകുന്ന പോലെ തോന്നിയത് കൊണ്ട് ഞാൻ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇട്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ ആ ഒരു ചെറിയ പീസ് മിച്ചം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതെടുത്ത് അതേ വെച്ചു. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇത് നമ്മുടെ ക്ലീനിങ് ക്ലോത്ത് അതിൻ്റെ നേരെ മുകളിലായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ ക്ലോക്കും അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ തവ സ്റ്റാൻഡിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു ബോട്ടിലിൽ DIY ലൈറ്റ് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ഇത് വളരെ മനോഹരമാണ് നമുക്ക് കാണാൻ, പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇത് തെളിയിക്കാം, നമുക്കിത് വേണ്ടെങ്കിൽ കെടുത്തി വയ്ക്കാം. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആണ്. നമുക്കിപ്പോൾ മോഡുലാർ കിച്ചണൊന്നും അല്ലാത്ത കാരണം ലൈറ്റിൻ്റെ ഒക്കെ ഒരുപാട് കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെയുള്ളത് വെക്കുകയാണെങ്കിൽ വളരെ ഭംഗിയാണ്. പിന്നെ നമ്മൾ അതിൻ്റെ തൊട്ടിപ്പുറത്ത് മണി പ്ലാന്റ്, ഈ ഒരു പ്ലാന്റൊക്കെ വെച്ചിരിക്കുന്നിടത്തായിരുന്നു ഒരു നീല കളറുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു പാത്രം വെക്കുന്നത്. അത് നമ്മൾ മാറ്റി കൊടുത്തു അവിടുന്ന്. പിന്നെ കറികളൊക്കെ ഇവിടെ വെക്കാം. പിന്നെ അത് ഈ ഒരു സ്റ്റാൻഡ് കണ്ടോ, ഇതിലാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന സ്പൂണുകൾ, അതുപോലെ തന്നെ ആ ഒരു ഫോർക്ക്, പിന്നെ ചെറിയൊരു ബീറ്റർ കാര്യങ്ങൾ, പിന്നെ പപ്പടം കുത്തുന്ന ആ ഒരു ഇത്, പിന്നെ പീലർ, ഇതൊക്കെ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ എന്നും നമുക്ക് എപ്പോഴും എടുക്കുന്നതല്ലേ. പിന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന നാടൻ കത്തികൾ അത് ഞാൻ ഇതിലേക്കാക്കി കൊടുത്തിട്ടുണ്ട്, ഫിംഗർ ക്യാപ്പ്. പിന്നെ ഇത് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ആ ഒരു അച്ചൊക്കെയാണ്. പിന്നെ ഇത് ഡെയിലി യൂസ് ചെയ്യുന്ന 2-3 കപ്പുകൾ, അത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് ആ ഒരു കപ്പ് ഹോൾഡർ. ഇത് നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇവിടെയായിട്ടായിരുന്നു നമ്മുടെ ആ ഒരു മസാല സ്റ്റാൻഡൊക്കെ ഇരുന്നത്. അതൊക്കെ മാറ്റി കൊടുത്തിട്ട് ഇപ്പോൾ നമുക്കിവിടെ ഒരുപാട് സ്പേസ് കിട്ടി. ഇത് ഞാൻ ഇതാ കണ്ടില്ലേ, ഓയിൽ ക്യാനും അതുപോലെ തന്നെ നമ്മുടെ കല്ലുപ്പ് കലക്കിയതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു DIY ലൈറ്റ് ആ ഒരു കോർണറിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബോട്ടിൽ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ ഒരു ലൈറ്റിൻ്റെ ആ ഒരു സെറ്റ് വാങ്ങിച്ചാലും നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റും. നമ്മുടെ കിച്ചണും അതുപോലെ തന്നെ ഡൈനിങ് റൂമിലൊക്കെ വെക്കാൻ പറ്റും. തൊട്ടിപ്പുറത്തായിട്ട് നമ്മൾ മണി പ്ലാന്റ് വെച്ചു. പിന്നെ ഞാൻ കിച്ചൺ എഴുതിയത് ഞാൻ സിങ്കിൻ്റെ ഇപ്പുറത്തായിരുന്നു വെച്ചിരുന്നത്. അതിപ്പോൾ ഞാൻ ഇങ്ങേ വശത്തെ ജനലയിലോട്ട് മാറ്റി. പിന്നെ നേരെ അതിൻ്റെ ഇപ്പുറത്തായിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ നേരെ നമ്മൾ ആ ഒരു മസാല സ്റ്റാൻഡ് ഇരുന്നതിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു ക്യാബിനറ്റ് പണിത് വെച്ചിരിക്കുന്നത്. 3 തട്ടാണിത്. ഏറ്റവും മുകളിലായിട്ട് കുടംപുളി, വാളംപുളി അങ്ങനെയുള്ളതും പിന്നെ പയറുപരിപ്പ്, കടലയൊക്കെ അതെല്ലാം നമ്മൾ സ്റ്റിക്കർ ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ തട്ടിലായിട്ട് ആട്ട, ശർക്കര അങ്ങനെയുള്ളത്, പിന്നെ കുട്ടികളുടെ ബൂസ്റ്റ് കാര്യങ്ങളൊക്കെ, പിന്നെ കല്ലുപ്പും പൊടിയുപ്പും നമ്മുടെ ആ ഒരു ഭരണിയിൽ തന്നെ. പിന്നെ അടുത്തായിട്ട് നമ്മൾ ചുക്ക്, കാപ്പിപ്പൊടി, സാധാരണ കാപ്പിപ്പൊടി, തേയില, പിന്നെ പഞ്ചസാര, പിന്നെ കായപ്പൊടി, ഇതൊക്കെയാണ് രണ്ടാമത്തെ തട്ടിലായിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ മൂന്നാമത്തെ ചെറിയ തട്ടിലായിട്ടാണ് നമ്മൾ പൊടികളെല്ലാം അറേഞ്ച് ചെയ്ത് ആ ഒരു ഗ്ലാസ് ജാറിലാക്കിയത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ എപ്പോഴും എടുക്കേണ്ടതായതുകൊണ്ട് ഏറ്റവും താഴെയായിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അങ്ങേയറ്റത്തായിട്ട് നമ്മൾ സൺറൈസിൻ്റെ കോഫി പൗഡറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്യാബിനറ്റ് അറേഞ്ച്മെൻറ്റ്. അതിലും 2 ഫ്ലവർ ഒന്ന് ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ മാറ്റത്തേ ഇല്ല, എത്ര അറേഞ്ച് ചെയ്താലും ഈ ഒരു ഇടികല്ലും പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില ഫ്രഷായിട്ട് വെള്ളത്തിൽ നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്നതും അത് നമ്മൾ സ്റ്റൗവിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റാൻഡാണ് നമ്മൾ അങ്ങേ സൈഡിൽ നിന്ന് ഈ ഒരു സൈഡിലേക്ക് ആക്കി അറേഞ്ച് ചെയ്തത്. ഇതാകുമ്പോൾ നമുക്ക് പാത്രം കഴുകിയിട്ട് ഇങ്ങനെ വെച്ചാലും വെള്ളം താഴത്തേക്ക് വീഴുന്ന നമുക്ക് സിങ്കിലേക്ക് നമുക്ക് വേഗം ഇങ്ങനെ വടിച്ച് നമുക്ക് വിടാവുന്നതാണ്. ഇത് നമ്മളൊരല്പം പൊക്കത്തിലായിട്ടാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് താഴെ നമുക്ക് സ്പേസ് ഉണ്ട്. പിന്നെ ഈ ഒരു സ്റ്റാൻഡ് നമുക്ക് നേരത്തെ തുടങ്ങിയുള്ളതാണ്, അത് നമ്മൾ മാറ്റിയിട്ടില്ല. പിന്നെ ആ സ്റ്റാൻഡിൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെയാണ്. പിന്നെ ചെറിയൊരു വിസ്കും വെച്ചിട്ടുണ്ട്, ചായ അരിപ്പ വെച്ചിട്ടുണ്ട്, ചായ എടുക്കുന്ന പാത്രവും വെച്ചിട്ടുണ്ട്. പിന്നെ സിങ്കിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നമ്മുടെ വേസ്റ്റ് ബിന്നും ഫുഡ് വേസ്റ്റ് ഇടുന്നത്, പിന്നെ നമ്മുടെ ആ ഒരു സോപ്പ് ലിക്വിഡുകൾ കാര്യങ്ങൾ ഡെറ്റോൾ മിക്സ് ചെയ്തതൊക്കെയാണ്. പിന്നെ നമ്മൾ ആ ഒരു കോർണറിലായിട്ട് ബോട്ടിൽ ക്ലീനിങ് ബ്രഷും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുക്കിങ്ങിനുള്ള വെള്ളം നമ്മൾ ഇവിടെ ഒരു സ്റ്റീൽ കലത്തിലായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ ഞാനത് മാറ്റിയിട്ട് ഇതുപോലൊരു കൂളറിലാക്കി കൊടുത്തിട്ടുണ്ട്. ഈ കൂളറിനൊരു കഥയുണ്ട്. എൻ്റെ പപ്പ ഇപ്പോൾ ഇല്ല, എൻ്റെ പപ്പ സൗദി ആയിരുന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. അത് ഞാൻ ഓർമ്മയ്ക്കായിട്ട് അത് അവിടെ വെച്ചിട്ടുണ്ട്. അച്ഛനമ്മമാരൊക്കെ ഇല്ലാതാവുമ്പോഴാണ് നമുക്ക് ആ ഒരു വിഷമം മനസ്സിലാവുന്നത്.
പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ താഴെയായിട്ട് ഇതുപോലെ കുറച്ച് കബോർഡുകളും ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു കൗണ്ടർ ടോപ്പ് അറേഞ്ച്മെൻറ്റ്. അപ്പോൾ അത് നേരത്തെ ആ ഒരു വ്യൂവും ഇപ്പോഴത്തെ ആ ഒരു വ്യൂവും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. നല്ല മാറ്റം വന്നിട്ടുണ്ട്. മാറ്റത്തിനെക്കാട്ടുപരി നമുക്ക് ഒരുപാട് സ്പേസ് നമ്മുടെ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ വീട്ടമ്മമാർ വിചാരിച്ചാൽ നമുക്ക് ഒരുപാട് പൈസ ചിലവൊന്നുമില്ലാതെ വളരെ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് നമ്മുടെ കിച്ചണും കൗണ്ടർ ടോപ്പും ഒക്കെ വളരെ മനോഹരമാക്കി ഇടാൻ പറ്റും. അപ്പം നമ്മുടെ എല്ലാവരുടെയും അടുക്കള മോഡുലാർ കിച്ചണൊന്നും ആയിരിക്കണമെന്നില്ല. നമ്മുടെ ഇതുപോലത്തെ സാധാരണ അടുക്കളയുള്ളവർക്ക് നമുക്ക് 1-2 ദിവസം നമ്മൾ വീട്ടമ്മമാരൊന്ന് മനസ്സ് വിചാരിച്ചാൽ മതി, നല്ല അടിപൊളിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പം പഴയതിനെക്കാട്ടും ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.